ചിലപ്പോ ഞാൻ തന്നെ തേടി കണ്ടുപിടിക്കാതിരുന്ന എന്റെ ശാപമായിരിക്കും ഇതല്ലേ. ഇത് പൊടിഞ്ഞു പൊടിഞ്ഞില്ലാതാകുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനത് സൂക്ഷിച്ചു വയ്ക്കും. എവിടെയോ മനസ്സിലൊരു തലോടലുണ്ട് ഇത് കാണുമ്പോൾ. സ്വന്തമാക്കാനായില്ലെങ്കിലും കൂട്ടായിരിക്കാനാവുമല്ലോ. എനിക്കിങ്ങനെയെങ്കിലും എൻ്റെ സങ്കടം പറയാമല്ലോ. എൻ്റെ മനസ്സിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരന് അങ്ങയുടെ മധുരനൊമ്പരക്കാറ്റ് ഏറെ നാളായി എൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം പോലെ. എൻ്റെ സന്തോഷങ്ങളിൽ അങ്ങയുടെ വരികൾ എനിക്ക് കൂട്ടാവാറുണ്ട്. എൻ്റെ സങ്കടങ്ങളിൽ അതെന്നെ തുണയ്ക്കാറുണ്ട്. എനിക്ക് അങ്ങയുടെ കവിത മധുരനൊമ്പരക്കാറ്റ് ഒരു മരുന്നാണ്. എൻ്റെ എല്ലാ വേദനകളും ഇല്ലാതാക്കുന്ന ഒരു മരുന്ന്. ഇനിയും ഒരുപാട് എഴുതണം. അങ്ങ് ഒരുപാട് ഉയരങ്ങളിലെത്തണം. അടുത്ത വരികൾക്കായി കാത്തിരിക്കുന്നു എന്ന് ഒരാരാധിക. എന്നാലും ഏട്ടാ ഹോസ്പിറ്റലായിട്ട് എന്നോടൊന്ന് വിളിച്ചു പറയണമെന്ന് ആർക്കും തോന്നിയില്ലല്ലോ. ഡിസ്ചാർജ് ചെയ്യുന്ന ഈ ദിവസമാ ഞാൻ വിവരം അറിയുന്നത്. അതോടിപ്പെന്താ അതിന്റെ വിഷമം വേദനയും നീ അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ ഡോക്ടർ പൊക്കോളാനും പറഞ്ഞു. അതിന് സന്തോഷിക്കല്ലേ വേണ്ടേ? എനിക്ക് എല്ലാം മനസ്സിലായി ഏട്ടാ. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ തമ്മിൽ പരസ്പരം ക്ഷമിച്ചു പുറത്തു. അപ്പോഴും നളിനിയും മോനും പുറത്ത്. നളിനി എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇവിടെ ആരും ആരെയും പുറത്താക്കിയിട്ടില്ല. ഇവിടെ വരുന്നവരെ അമ്മ വണ്ടിയിലിരുന്ന് കരച്ചിൽ തന്നെയായിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി പോകുന്നവരെ ഞാൻ പേടിച്ചു. അതിനെ കുറിച്ച് നീ പേടിക്കണ്ട.
അമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല. ദേ, കണ്ടോ കണ്ടോ, സുഖമില്ലാതിരിക്കുന്ന ഏട്ടൻ പോലും ഈ അവസ്ഥയിൽ എന്നെ കുറിച്ച് പറയുന്നു കേട്ടില്ലേ? ഹാ, നീ അത് വിട്ടുകള നളിനി. ശിവാനന്ദ, നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിലേക്ക് പോവാം. ബില്ലടച്ചു വെച്ചാ ഇനി നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു കേട്ടോ, കുറച്ച് ദിവസം എല്ലാവർക്കും കൂടി വീട്ടിൽ നിൽക്കാം. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ ബാക്കിയെല്ലാം. അത് വേണ്ട ഏട്ടാ. ഏട്ടന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അത് ഇഷ്ടപ്പെടാത്ത ചിലർ കാണുമല്ലോ. ആര്? സുജാതയുടെ വീട്ടുകാരോ? ആ കാര്യം ഞാൻ പറഞ്ഞല്ലോ. വല്യച്ച, ഞങ്ങൾ വല്യച്ചന്റെ കൂടെ നിൽക്കുന്നത് എങ്ങനെയെങ്കിലും നിത്യേച്ചയെ ബാധിച്ചാലോ? ഏയ്, അങ്ങനെയൊന്നില്ല മോളെ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ തമ്മി തല്ലിയും പിരിഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? ഒന്ന് തളർന്നു വീണാ തീർന്നു കങ്കൂറ്റവും ധൈര്യവും ഒക്കെ. അത് ഏട്ടൻ പറഞ്ഞത് കാര്യ. ആർക്കാ എന്താ വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടെ നിക്കാം മക്കളെ. അപ്പോ അമ്മായി ഞങ്ങളോട് നിൽക്കാനാണോ? പിന്നെ അല്ലാതെ, എന്റെ കൂടപ്പിറപ്പുകളാ ഈ രണ്ടുപേരും ഈ സുഖമില്ലാണ്ട് കിടക്കുന്നേ. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഞാൻ ഇറങ്ങിപ്പോവാനോ? എന്നെ കൊന്നാലും ഞാൻ പോവില്ല. അത് വേണ്ട നളിനി. നിനക്ക് എപ്പോ വേണമെങ്കിൽ വരാലോ, കാര്യങ്ങൾ അന്വേഷിക്കാലോ. അപ്പൊ ഞാൻ കൂടെ നിക്കണ്ട അല്ലേ? എന്റെ ദൈവമേ, ഇതിന് ഭേദം ഇപ്പൊ തന്നെ എന്നെ അങ്ങ് വിളിച്ചാ മതിയായിരുന്നു. നിങ്ങളെ ഏട്ടന്മാരുടെ ബുദ്ധിയും ബോധമൊന്നും എനിക്കില്ല. എനിക്ക് പിടിക്കാതെ കണ്ട ഞാൻ ബഹളം വെക്കും. അല്ലാതെ ഉള്ളി തട്ടിയിട്ടൊന്നും അല്ല, വൈരാഗ്യം ഉണ്ടായിട്ടും അല്ല. കൂടെ നിക്കണ്ടെന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണെങ്കിൽ ഇതോടുകൂടെ എല്ലാം അവസാനിപ്പിച്ചോണം. ഞാൻ എവിടെയെങ്കിലും കിടന്ന് ചത്താ പോലും എന്നെ അന്വേഷിച്ച് ആരും വരണ്ട. എന്നെ എവിടെയെങ്കിലും ഇവ വലിച്ചുകൊണ്ടേ കുഴിച്ചിട്ടോളും. എന്താ ചെയ്യേ? ഇവളോട് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്ക? ആ, ഇവളോട് വരട്ടെ. പക്ഷെ നളിനി, ഞാനായിട്ടും നീയായിട്ടും ഉണ്ടാക്കിയ പ്രശ്നങ്ങള് ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഏട്ടന്റെ വീട്ടിലേക്ക് നമ്മൾ ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തേച്ചു മാച്ച് കളഞ്ഞിട്ടാവണം. കളഞ്ഞു? ഞാൻ എപ്പോഴേ കളഞ്ഞു. ഇനി നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്റെ മോനാണ് സത്യം. ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കൂല. നിത്യേച്ചി, മനു ഇങ്ങോട്ടാ? ചേച്ചിയെ കാണാൻ തന്നെ. എന്നെയോ? നിത്യേച്ചി സാറ ചേച്ചിയെ വിളിച്ചിരുന്നില്ലേ? അവിടെ 1-2 ഗസ്റ്റുകളുണ്ട്. സാറേച്ചി അവരോട് സംസാരിച്ചോണ്ടിരിക്കുക. ഏതോ പ്രൊഡക്ഷന്റെ ആളുകൾ എന്തോ അത്യാവശ്യം എന്താന്ന് ചേച്ചിയോട് ചോദിക്കാൻ എന്നോട് പറഞ്ഞു. അയ്യോ, അത്ര തിരക്കുള്ള കാര്യമൊന്നുമല്ല. എന്നാലും പറ. സാറ് പുറത്തു പോകുമ്പോ ഒരു കത്ത് പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കാനായിരുന്നു. ഇതാണോ വലിയ കാര്യം? ഞാൻ ഇപ്പൊ പുറത്തു പോകുന്നുണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്യാം. മനുവിനത് ബുദ്ധിമുട്ടാവില്ലേ? ഓ പിന്നെ, ഒരു കത്തെന്ന് പറഞ്ഞാ വലിയ ഭാരമല്ലേ. ഞാൻ ഏതേലും അണ്ണാച്ചി ലോറി വിളിച്ചോണ്ട് പോക്കോളാം, അതാവുമ്പോ എളുപ്പമാവുമല്ലോ. നീ കളിയൊക്കൊന്നും വേണ്ട. കത്തിങ്ങതാ, ഞാൻ പോസ്റ്റ് ചെയ്തോളാം. എന്നാ ഓക്കെ. ഞാനിത് പൊട്ടിച്ച് വായിക്കൊന്നുമില്ല കേട്ടോ, പേടിക്കണ്ട. പൊട്ടിച്ച് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ചേച്ചി.
ഞാനിപ്പോ ചായ എടുക്കാം. നിക്ക്. ഇന്നലെ സാറയുടെ കൂടെ എന്തിനാ പോയെ? സാറയ്ക്ക് പാർലറിലെ സാധനങ്ങൾ വാങ്ങാണെന്ന് കള്ളം പറയണ്ട. അതിന് നീയോ സാറയോ പോയിട്ടില്ല. ആരെ കാണാനാ പോയേ? പറ. പറയാനുള്ള കള്ളാലോചിക്കാണോ നീ? ഞാൻ ഹോസ്പിറ്റലിലാ പോയത്. എന്റെ ചെറിയച്ചൻ സുഖമില്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. ചെറിയച്ചനെ കാണാനാ പോയത്. അത് അമ്മയ്ക്കറിയാം. പെട്ടെന്ന് കേൾക്കുമ്പോ അച്ഛനും ജീവനും ദേഷ്യം വന്നാലോ എന്ന് കരുതിയാ പറയാതിരുന്നത്. എന്നിട്ട് ചെറിയച്ഛനെ മാത്രമേ കണ്ടുള്ളൂ? വേറെ ആരെയും കണ്ടില്ല? ഇല്ല. ചെറിയച്ഛനെ കാണാൻ പോയത് പറയാം, പക്ഷെ മനുവിനെ കാണാൻ പോയതും സംസാരിച്ചതും പറയാൻ നിനക്ക് ബുദ്ധിമുട്ടല്ലേ? അതിനർത്ഥം നീ എന്തോ ഒളിക്കുന്നുണ്ടെന്നല്ലേ? നീ പറയുന്നൊക്കെ കള്ളമാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. ദൈവങ്ങളെ നിനക്ക് വിശ്വാസമാണല്ലോ. ആ വിശ്വാസമാണല്ലോ എൻ്റെ അമ്മ കണ്ടതും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും. ദൈവങ്ങളുടെ മുന്നിൽ വെച്ച് നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറ പറ. ആരെ കാണാൻ വേണ്ടി നീ സത്യത്തിൽ ഇറങ്ങിയത്? പൊള്ളട്ടെ, പൊള്ളി വീർക്കട്ടെ. പോയി നിന്റെ ഫോൺ എടുത്തിട്ട് വാ. എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് നിന്റെ ചെറിയച്ഛനോട് സംസാരിക്കുക. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലാതായോ? വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഒന്നുമല്ല. നിന്റെ ചെറിയച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാനൊന്ന് സംസാരിക്കണ്ടേ? എടുത്തിട്ട് വാ. പോ പോ പോ. എന്നെ കളിപ്പിക്കാവുന്ന ധാരണ കാണിച്ചു തരാം. എടാ മോനെ ഹരി, എടാ നിന്നെ കാണാൻ രണ്ടു മൂന്നേര് വീട്ടിൽ വന്നിരിക്കുന്നു. ആരാന്ന് ചോദിച്ചില്ലേ? അവര് ഏതോ സിനിമാക്കാരാണെന്നാ പറഞ്ഞേ. നിന്നെ കാരണം അത്യാവശ്യമായിട്ട് സംസാരിക്കണതാ പറഞ്ഞേ. സിനിമാക്കാരോ? ആ, അവരെന്തിനാ എന്നെ അന്വേഷിച്ചു വരുന്നത്? ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. വീണ കുറെ സിനിമാക്കാർക്ക് ഫോട്ടോസ് അയക്കുകയും കുറെ ഫോട്ടോഷൂട്ടിന് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അക്കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. എടാ അങ്ങനെയാണെങ്കിലേ ഞാൻ തന്നെ അവരെ ഇറക്കി വിട്ടോളാം. നീ വന്നേ. ഹാ, താങ്ക് യു. ഹരിയേട്ടാ, ഇത് ഡയറക്ടർ ജിതിൻ ശങ്കർ സാറാ. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ഹരിയല്ലേ? അതെ. താങ്കളുടെ കവിത ഞാൻ വായിച്ചു മാഗസിനിൽ. മധുര നമ്പരക്കാറ്റ്. ആഹാ, ആ കവിതയിൽ ഒരു കർഷകനെ കാണായിരുന്നു. യഥാർത്ഥത്തിൽ അത് തന്നെയാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. ഹരിശങ്കറിന് കോളടിച്ചില്ലേ? ആർക്കും കിട്ടാത്തൊരു ഭാഗ്യ നിങ്ങളെ തേടി വന്നിരിക്കുന്നത്.
ഇതാണ് പ്രൊഡ്യൂസർ PKG സാർ. കേട്ടോ ഹരി, ഞങ്ങളിപ്പോൾ പുതിയ സിനിമയുടെ പണിപ്പുരയിലാണ്. എന്ന് വെച്ചാൽ ഒരു പാൻ ഇന്ത്യൻ മൂവി. ഒരു 50 കോടിക്ക് മേലെയാണ് ബഡ്ജറ്റ്. എനിക്കിത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. താല്പര്യമുള്ള കൂട്ടത്തിലുമല്ല. പക്ഷേ ഞങ്ങൾക്ക് താല്പര്യമുണ്ടല്ലോ. നിങ്ങളുടെ കവിതയുണ്ടല്ലോ, മധുര നൊമ്പരക്കാറ്റ്. അത് സാറിൻ്റെ അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. അതെ, കേരളത്തിലെ പ്രശസ്തരായ കവികളൊക്കെ എൻ്റെ പ്രൊഡക്ഷനിൽ ഒരു പാട്ട് എഴുതാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹരിയെ തേടി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. എന്താ അതൊരു ഭാഗ്യല്ലേ? ക്ഷമിക്കണം, എനിക്കൊട്ടും താല്പര്യമില്ല. മിസ്റ്റർ ഹരി, ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട സർ. ഈ പാടത്തും പറമ്പത്തൊക്കെ പണിയെടുത്ത് അധികം ആരും അറിയാത്തൊരു ജീവിതം, അതിൽ ഞാൻ സംതൃപ്തനാ. അതുകൊണ്ട് മിസ്റ്റർ ഹരി, എങ്കിലും യഥാർത്ഥ കാര്യം ഞാൻ പറയാം. സത്യത്തിൽ എൻ്റെ ഭാഗത്തു നിന്നൊന്ന് തെറ്റാ. പുതിയ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഹേമന്ത് ജിയാ. ആളെ അറിയാലോ, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 മ്യൂസിക് ഡയറക്ടറാ. ഞങ്ങൾ പ്രോജക്റ്റ് പുള്ളി ഏൽപ്പിച്ചിട്ട് നാൾ കുറച്ചായി. ഒരു ദിവസം പാതിരാത്രി പുള്ളി എന്നെ വിളിച്ചിട്ട് പറയാ, ഒരു പാട്ടിൻ്റെ കമ്പോസിങ് നാളെ രാവിലെ തുടങ്ങുക, കവിത അയച്ചു തരാമോ? ആ സമയത്ത് ഞാൻ കവിതയൊന്നും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കവിത കയ്യിലെന്നറിഞ്ഞ ഹേമന്ത് ജിയ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറും. പിന്നെ എൻ്റെ മുന്നിൽ ശേഷിക്കുന്നത് ഒരൊറ്റ മാർഗമാണ്. അന്ന് ഞാൻ വായിച്ച ഹരിയുടെ കവിത അത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തെന്നുള്ളതാണ്. അത് ഞാൻ ചെയ്തു. ഹേമന്ത് ജിക്ക് കവിത വളരെ ഇഷ്ടപ്പെട്ടു. കമ്പോസിങ്ങിന് ശേഷം ഗാനരചയിതാവിനെ തേടി വരിക എന്നുള്ളത് അല്പ പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷേ ഞങ്ങൾക്കതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. ഞങ്ങളുടെ സിറ്റുവേഷൻ ഹരി ഒന്ന് മനസ്സിലാക്കണം. പ്രതിഫലം ഹരിക്ക് പറയാൻ കേട്ടോ. മാത്രമല്ല, ഞങ്ങളുടെ അടുത്ത വർക്കുകളിൽ പാട്ട് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ഹരിക്ക് എഴുതുകയും ചെയ്യാം. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളാണ്. ഞാനിപ്പോഴും എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെ. ഹരി പ്ലീസ്. അഹങ്കാരമായിട്ട് തോന്നരുത് സർ. ഞാനിപ്പോൾ ഇതൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. സോറി. നിങ്ങൾ അയാളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. അവൻ പറയുന്നതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. എന്നാ എണീക്ക് സാറേ. ഇതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലല്ലോ. വിളിക്കേ വിളിക്കേ ചെറിയച്ഛനെ വിളിക്കേ. എന്നിട്ട് സ്പീക്കർ ഫോണിലോട് ചെറിയച്ഛനെ വിളിക്കേ.